എങ്ങോട്ട് പോയത് കാണുന്നില്ലല്ലോ. ആഹാ, ദേവു ഭക്ഷണം കഴിക്കാണ്. അല്ല ദാസ, ഞാൻ കുളിക്കാൻ പോയാണ്. ഒറ്റക്കിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. ഞാനും പണി കൂടി ഇരിക്കാന്നേ. ദാസം പോയാട്ടെ, തനിക്ക് മുതലാളി തിന്നേന്റെ ബാക്കിയുണ്ടല്ലോ. മുതലാളിക്ക് എന്നെ വലിയ കാര്യ. ആ? ദേവുവിന് ശമ്പളം കൂട്ടുന്ന കാര്യം ഞാൻ മുതലാളിക്ക് പറഞ്ഞിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ ദേവു കഴിച്ചോ. ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ണന് കൊണ്ടുവന്നതാ. വെറുതെ എന്തിനാണ് ചായക്കടയിൽ കാശ് കളയണത്? വയറും ചീത്തയാവും. കഴിക്കൂലേ? കൂട്ടാനൊക്കെ പിടിച്ചാ? പിന്നെ പിടിക്കാതെ അവന്റെ വീട്ടിൽ ഇത്രയും രുചിയിലൊക്കെ ആരുണ്ടാക്കി കൊടുക്കാന? ഈ പാവത്തങ്ങളെ കുടിയിൽ വന്നല്ലോ. മോൻ നല്ലവനാ. മോനറിയോ, ഇവളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ആദ്യ. അതുകൊണ്ടാ ഞാൻ കുടിക്കണേ. കുടിച്ച് കുടിച്ച് ചങ്കുമാറ്റങ്ങയും പോയി ചത്ത. ഇവക്ക് പിന്നെ ആരുണ്ട് പോലെ. ഓ, തുടങ്ങി തള്ളയുടെ സ്നേഹം. ഞാൻ പരിപാടി അവൻ നമ്മുടെ കൊച്ചനോ. കഴിക്ക്. വേണ്ട, കുറച്ചും കൂടെ കൊടുക്കടി അവന്. ആ, വേണ്ടെങ്കി വേണ്ട. നീ കൊടുക്കണ്ട. മോനൊരെണ്ണം കൂടി ഒഴിക്കട്ടെ. വേണ്ട, മതി. ഇന്നിനി മോൻ പോണ്ട. വാമ്പും പൈതറിയും ഒക്കെ ഉള്ള വഴിയാ. പോണം. മേടിച്ചെടി. ഇതെന്താണ്? ചോറിന്റെ കാശാണോ? നീ എന്റെ ഭർത്തനോട് പറയണ്. അവ സ്നേഹത്തോടു കൂടി തരുന്നല്ലേ, അല്ലടാ മോനെ? നാളത്തേക്ക് എന്താ ചെയ്യാന്ന് അറിയണ്ടിരിക്കുന്ന പറ്റി ഇരിക്കട്ടെ. കണ്ടല്ലോ പോവാണ്.
മാറ് മാറാൻ. അതെ, ഇവിടെ ഒരു സാധനവും ഇല്ല. മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? ലീലച്ചിയുടെ വീട്ടിൽ നിന്ന് അരി വാങ്ങിച്ച 2 ദിവസം കഞ്ഞി വെച്ചത്. അതിനെന്താ? അതിനെന്താന്നോ? നിങ്ങളുടെ കൂടെ മക്കളല്ലേ, പട്ടിണി കിടന്ന് ചാവാനാന്നോ? എൻ്റെ ഇപ്പൊ ഒന്നുമില്ല. ഓ, കള്ളു കുടിക്കാൻ നിങ്ങൾക്ക് കാശുണ്ട്. എനിക്കും പിള്ളേർക്കും ചെലവിന് തരാനാ നിങ്ങൾക്ക് ഇല്ലാത്തത്. നാശം, മനുഷ്യനൊരു സ്വസ്ഥതയും തരില്ല. അടങ്ങിട്ട് സ്വർണ്ണ അത്രയും തൂക്കം നോക്കില്ലല്ലോ ഗോപാല. കാശും ഇതുപോലെ എണ്ണിപ്പെറുക്കിയല്ലേ തന്നത്. ഗോപാലൻ ചേട്ടത് പ്രാരാബ്ദം ഇത്തിരി കൂടുതലാണ് തങ്കച്ചി, അതുകൊണ്ടാ. കൗസല്യ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെയൊക്കെ പ്രാരാബ്ദം മാറ്റാൻ ഞാൻ എന്തുമാത്രം പ്രാരാബ്ദപ്പെടുന്നുണ്ടെന്നറിയാവോ? നിന്റെ പെമ്പർ നോക്കി പെട്ടെണീറ്റ് വന്നോടാ. അത് ശരി. അപ്പൊ തള്ള ഇതൊന്നും അറിഞ്ഞില്ലേ? അടുത്ത വേറിന് വരാനുള്ള സമയമായി. അപ്പൊ അതിന് പ്രാരാബ്ദമൊന്നുമില്ല. എന്താ തങ്കടുത്തി, നിങ്ങളുടെ മേസ്ത്രിയുടെ ഭാര്യ വന്നിട്ട് ഒരു പറ്റില്ലാത്ത എന്താ വന്നത്? അത് നല്ല ചോദ്യം. എന്തിനാടാ കടയിൽ വരുന്നത്? അത് ന്യായം. പക്ഷെ കാശില്ലാതെ കടം കൊടുക്കുക. കടം വേണ്ട. മോളിങ്ങിതാ, ആ കൊച്ചിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ എന്തെങ്കിലും കൊടുത്താലേ ആ കൊച്ചിന് സാധനങ്ങൾ വാങ്ങാൻ വരാൻ പറ്റൂ. അരിയിട്ടാ നീ. അതെന്താണ്, അവൻ വേറെ വല്ലയിടത്തും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ? ആ, അങ്ങനെ ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. വീട്ടിലിരിക്കണ പെണ്ണുങ്ങൾ ഇതൊക്കെ അവസാനല്ലേ അറിയൂ. എന്നാ മോളെ, എന്നാ ആ കൊച്ചൊന്ന് നിന്നേ. പരദൂഷണം പറയാന്ന് കരുതണ്ട കേട്ടോ. മോളോടൊരു പാവത്തം തോന്നിയതുകൊണ്ട് പറയാ. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് തന്റേണം കാണിച്ചില്ലെങ്കിൽ അവസാനം കരയേണ്ടതായിട്ട് വരും. ആ